മദ്യനയത്തിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം നൽകിയ നോട്ടീസ് ചർച്ചയ്ക്ക് എടുക്കാനാകില്ല എന്ന് സ്പീക്കർ. നികുതി നിർദ്ദേശം കർണാടകയിലെ മദ്യക്കമ്പനിക്ക് വേണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മദ്യനികുതി നിർദ്ദേശത്തിന് പിന്നിൽ അഴിമതിയാണ്, മദ്യക്കമ്പനിയായ ബക്കാഡിക്ക് വേണ്ടിയുള്ള നീക്കമാണിത് എന്നുമാണ് പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചത്. റൂൾ 50 നോട്ടീസ് അനുവദിക്കാനാകില്ലെന്നും വിഷയം സബ്മിഷനായി കൊണ്ടുവരാമെന്നും സ്പീക്കർ അറിയിച്ചു. തുടർന്ന് സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അതേസമയം നോട്ടീസിൽ പറയാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ അനുമതി നൽകിയ സ്പീക്കറുടെ നടപടിയെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിമർശിച്ചു. നോട്ടീസിൽ ഇല്ലാത്ത കാര്യങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് ഇരുവരും സ്പീക്കറോട് ആവശ്യപ്പെട്ടു. വി അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, പൊതുവിൽ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വലിയ വിമർശനം ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രവുമല്ല, വിവിധ സഭകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്, മതസാമുദായിക സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പ്രതിപക്ഷം ഇതിനെ ആയുധമാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഇന്നിപ്പോഴിതാ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുകയാണ് പ്രതിപക്ഷം. എന്താണിന്ന് സഭയിൽ നടന്നത്? വീര്യം കുറഞ്ഞ മദ്യത്തിന് വളരെ പെട്ടെന്ന് ഫയൽ നീക്കം നടത്തി. അതായത് അതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം വളരെ വേഗത്തിലായിരുന്നു. അത് അഴിമതിയാണെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവെന്ന് സഭയിൽ ഉന്നയിച്ചത്. സംസ്ഥാനത്ത് മദ്യ വ്യാപനം വേഗത്തിലാക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ റൂൾ 50 നോട്ടീസ്. എന്നാൽ ബജറ്റ് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരിഗണിക്കേണ്ടതില്ല എന്ന് നേരത്തെ വർക്കല രാധാകൃഷ്ണൻ റൂളിംഗ് ചൂണ്ടിക്കാട്ടി സ്പീക്കർ നോട്ടീസ് അവതരിപ്പിക്കുന്നതിന് അനുമതി നിഷേധിച്ചു. തുടർന്ന് വലിയ പ്രതിപക്ഷ പ്രതിഷേധം സഭയിലുണ്ടായി. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം അവിടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്, ബക്കാർഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് 2023 നികുതി വകുപ്പിന് അപേക്ഷ നൽകിയത്. ആ സർക്കാർ അത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുത്തില്ല. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന മെയ് 21 7 ഉദ്യോഗസ്ഥർ ശരവേഗത്തിൽ ഈ ഫയലുകൾ കണ്ടു. ഫയൽ നീക്കം വളരെ വേഗത്തിലായിരുന്നു. എന്താണ് ഇത്ര വേഗമെന്ന് പിണറായി ചോദിച്ചു. കൃത്യമായ അഴിമതിയുടേതാണ് പ്രശ്നം. അത് ചർച്ച ചെയ്യാൻ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നറിയാം. അതായത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയ ബന്ധപ്പെട്ട ബജറ്റ് നിർദ്ദേശത്തിന്റെ അഴിമതി എന്ന് പ്രതിപക്ഷം സഭയിൽ ആരോപിക്കുകയായിരുന്നു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ നീക്കത്തിനെതിരെ ഭരണപക്ഷം രംഗത്തെത്തി. ഞാൻ അരുണിലേക്ക് വരാം. എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്നതുകൂടി നമുക്ക് കേൾക്കാം. 251% നിലവിലുള്ള നികുതി, അതാണ് 120% കുറക്കുന്നത്. സർ, 131% കുറവ്. സർ, എന്തിനു വേണ്ടിയാണിത്? ആർക്കു വേണ്ടിയാണിത്? നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഗുണം? സർ, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല ഈ വന്നിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. കർണാടകയിലെ മദ്യ കമ്പനിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. അതായത് അതിവേഗത്തിൽ ഫയലുകൾ നീക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതേസമയം റൂൾ 50 നോട്ടീസ് അനുവദിക്കാൻ ആകില്ല എന്നും വിഷയം സബ്മിഷനായി കൊണ്ടുവരാം എന്നുമായിരുന്നു സ്പീക്കർ അറിയിച്ചത്. ഇതേ തുടർന്നായിരുന്നു പ്രതിപക്ഷം ഈ സഭയിൽ, അതായത് സ്പീക്കറിന്റെ ഡയസിലേക്ക് എത്തി പ്രതിഷേധിച്ചത്. എന്നാൽ നോട്ടീസിൽ പറയാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ അനുമതി നൽകിയ സ്പീക്കറുടെ നടപടിയെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിമർശിക്കുകയാണ് സഭയിൽ ചെയ്തത്. സഭയിൽ റൂൾ 50 നോട്ടീസ് കൊടുത്തിട്ട് ആരോപണം ഉന്നയിക്കാൻ പാടില്ല. റൂൾ 52 ഈസ് വെരി ക്ലിയർ. ഒരു ആരോപണം റൂൾ 50 ഇവിടെ അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ പോലും ഉന്നയിക്കാൻ പാടില്ല. റൂൾ 50 അങ്ങ് നോട്ടീസ് അനുവദിക്കുകയാണെങ്കിൽ പോലും റൂൾ 52 അനുസരിച്ച് ഒരു ആരോപണം ഉന്നയിക്കാൻ പാടില്ല. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് റൂൾ 50യുടെ നോട്ടീസ് നിഷേധിച്ചിട്ടും
അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആരോപണങ്ങൾ ഒന്നും രേഖയിൽ കാണാൻ പാടില്ല. കാരണം ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്നും മറുപടി പറയാൻ അവസരം പോലും കിട്ടാത്ത ഒരു കാര്യമാണ്. റൂൾ 52-ന്റെ വളരെ വലിയ വയലേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സഭയിൽ ഒരു കാരണവശാലും രേഖയിൽ ഉണ്ടാകാൻ പാടില്ല. സാധാരണഗതിയിൽ സഭയിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ റൂൾ 50 നിഷേധിച്ചു കഴിഞ്ഞാൽ വാക്കൌട്ട് പ്രസംഗമാകാം. ഞങ്ങളൊക്കെ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നതാണ്, വാക്കൌട്ട് ചെയ്യാം. പക്ഷേ ആ കേസിന്റെ മെറിറ്റിലേക്ക് ആ റൂൾ 50 കൊടുത്ത നോട്ടീസിലെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം പ്രസംഗിച്ചു. അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നത് ശരിയാണ്. ഞങ്ങൾക്ക് ഇവിടെ മറുപടി പറയാൻ അവസരമുണ്ടോ? അതുകൊണ്ട് അത് രേഖയിൽ നിന്ന് അങ്ങ് പരിശോധിച്ച് നീക്കം ചെയ്യണമെന്ന് ബിസിനസ് റൂൾസ് അനുസരിച്ച് തെറ്റാണ്, അത് നീക്കം ചെയ്തേ മതിയാകൂ. അങ്ങ് നടപടി സ്വീകരിക്കും. യെസ്, അതായത് സാങ്കേതികമായി റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകി അത് ചർച്ച ചെയ്യുമ്പോഴാണ് ഭരണപക്ഷത്തിന് മറുപടി നൽകാൻ പറ്റുക. പക്ഷേ സ്പീക്കർ അത് അനുവദിക്കുന്നില്ല. അപ്പോഴും ഭരണപക്ഷത്തിനെതിരെ വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചു. അത് സഭാ നടപടികളുടെ ചട്ടത്തിന്റെ ലംഘനമാണ്, രേഖകളിൽ നിന്ന് നീക്കണം എന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വാദപ്രതിവാദത്തിന് കൂടിയാണ് ഇന്ന് സഭ വേദിയായിട്ടുള്ളത്, അല്ലേ അരുൺ? വാദപ്രതിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് അഴിമതി ആരോപണത്തിന് പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിന് സഭ വേദിയായിരിക്കുന്നു. ആ അഴിമതി ആരോപണം ഉന്നയിച്ചത് ചട്ടപ്രകാരമല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. അതുകൊണ്ടാണ് സഭാരേഖകൾ നീക്കം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ വാക്കൌട്ട് പ്രസംഗം അല്ലെങ്കിൽ എങ്ങനെ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ സമയം കൊടുത്തു എന്ന് രമേശ് ചെന്നിത്തലയും ചോദിച്ചു. ഇന്നലെയും പ്രതിപക്ഷത്തിന് അധിക സമയം സ്പീക്കർ നൽകുന്നു, അത് പരിശോധിക്കണമെന്ന ഒരു വിമർശന രൂപത്തിലുള്ള ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരുന്നു. കർണാടകയിലെ മദ്യക്കമ്പനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരം ആരോപണം ഇന്ന് പിണറായി ഉന്നയിച്ചത്. ബെക്കാഡി കമ്പനിയുടെ പേരും അദ്ദേഹം സഭയിൽ നിന്ന് പരാമർശിച്ചു. ബെക്കാഡി കമ്പനിയാണ് ഇത്തരമൊരു ആവശ്യമായി 2023 സർക്കാരിനെ സമീപിച്ചത്. പക്ഷേ ആ ഫയലിൽ ഒരു തീരുമാനമെടുക്കാതെ ആ സർക്കാർ പിടിച്ചുവച്ചു. അവിടെയാണ് ശരവേഗത്തിലുള്ള തീരുമാനം ഉണ്ടായത്. ഇത് അഴിമതിയാണ്, ഇതിപ്പോൾ ചർച്ച ചെയ്യാനും അനുവദിക്കുന്നില്ല. പിന്നീട് പുറത്ത് നിയമസഭാ മീഡിയ റൂമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ KN ബാലഗോപാലൻ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വല്ലാത്ത ശ്രദ്ധ സർക്കാർ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തോ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. എന്തൊക്കെയോ മറച്ചുവെക്കാൻ അവർ ശ്രമിക്കുന്നു. ഇങ്ങനെ പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കില്ല. ജനങ്ങൾ ഇതെല്ലാം അറിയുന്നുണ്ട്. ഇക്കാര്യം കൂടുതൽ ചർച്ചയാകാം. ഇപ്പോൾ കൂടുതൽ സംശയം ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉണ്ട് എന്നും പ്രതിപക്ഷം നിലപാടെടുക്കുന്നു. അതായത് സർക്കാർ അധികാരത്തിൽ വന്ന ഒരു മാസം മാത്രം പിന്നിടുമ്പോൾ, ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ഒരു അഴിമതി ആരോപണം സർക്കാരിനെതിരെ ഉയരുകയാണ്. അത് പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുന്നത് മറ്റൊരു ഒരു തന്ത്രപരമായ നീക്കമായി കൂടിയാണ്. ഇത് പ്രതിപക്ഷത്തിന്റെ മാത്രം നിലപാടല്ല. UDF-നൊപ്പം നിന്ന് UDF-നെ സഹായിച്ചു എന്ന് പറയുന്ന ചില സാമുദായിക സംഘടനകൾ, അപ്പുറത്തേക്ക് VM സുധീരനെ പോലെയുള്ള പ്രതിപക്ഷത്തെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അവർക്ക് പോലും സംശയമുണ്ട്. എക്സൈസ് മന്ത്രി അറിയാതെ എടുത്ത തീരുമാനമാണ്. അത്തരത്തിലുള്ള കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു അഴിമതി ആരോപണ സംശയത്തിലേക്ക് തങ്ങൾ എത്തുന്നത്. മാത്രമല്ല 3.5 വർഷത്തിലേറെ LDF സർക്കാർ പിടിച്ചുവച്ച ഒരു ഫയൽ എന്താണ് ഇത്ര വേഗത്തിൽ, എന്താണ് ഇത്ര വേഗം ഈ ഫയൽ നീക്കുന്നതെന്ന ചോദ്യവും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം, അത് മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ചട്ടപ്രകാരമല്ലെന്ന് സ്പീക്കർ പറയുമ്പോൾ പുറത്തും ആ ആരോപണം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ പുറത്തുമായി ചെയ്തത്. അഭിലാഷ്. യെസ്, തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ ആരോപണം മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. അതിന് കാരണം മുഖ്യമന്ത്രിയാണ് ധനമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. അവിടെ കോൺഗ്രസിനകത്ത് തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അതായത് എക്സൈസ് വകുപ്പുമായി കൂടിയാലോചിക്കാതെയാണ് ഇത്തരത്തിൽ ഈ വീര്യം കുറഞ്ഞ 0.5 മുതൽ 20% വരെ മദ്യത്തിൻ്റെ അളവ് വരുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഘടനയിൽ മാറ്റം വരുത്തി നികുതി കുറച്ച നടപടി, അത് എക്സൈസ് വകുപ്പുമായി കൂടിയാലോചിച്ചില്ല എന്ന് ഈ മന്ത്രിമാർക്കിടയിൽ, അതല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കകത്ത് തന്നെ എതിരഭിപ്രായമുണ്ട്. കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു എന്ന കോൺഗ്രസിനകത്ത് നിന്ന് വിമർശനം ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് VD സതീശനിലേക്ക് തന്നെ പ്രതിപക്ഷം കൂടുതൽ ആരോപണത്തിന്റെ മുന കൂർപ്പിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.